പുതിയ സ്ഥലമാണ്. കിച്ചു ഇവിടെ ഒരു പുതുമുഖമായിട്ടും എങ്ങനെയാണ് ഇത്രയും ഒരു സ്നേഹം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെഡി ഇലക്ഷൻ നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല, നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ. കാരണം എന്നും എപ്പോഴും ഒരു നല്ല ജീവിതം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബമായി കഴിഞ്ഞിട്ടും മക്കൾ, ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു കലാകാരനായിട്ട് നിന്നു, സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നു. മക്കളും ഇതേപോലെ സ്ക്രീൻ രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നപ്പോൾ ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു, അങ്ങനത്തെ പദവികൾ സ്വീകരിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്ട്രഗിളറായിരുന്നു പലപ്പോഴും. ഓഫ്കോഴ്സ് സീരിയൽ മേഖലയിൽ സക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കൾ വന്നപ്പോഴും നമ്മുടെ മലയാളി സഹോദരങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഭൂമിയിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർ നമ്മുടെ മക്കളെയും സ്വീകരിച്ചു, സ്നേഹിച്ചു, അവർക്ക് ഒരു അംഗീകാരം കൊടുത്തു. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് ഭാഗ്യമായി വന്നിരിക്കുന്നത് വെച്ചാൽ ഇവരെ ധാരാളം പേർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവരും പറഞ്ഞു അച്ഛൻ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാണ്, അവസാന ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ ഞങ്ങൾ വേണ്ട രീതിയിൽ അച്ഛനെ സഹായിക്കാം, എങ്ങനെയൊക്കെ സഹായം വേണം ഞാൻ നിങ്ങളവിടെ വരിക, വന്ന് ഇവിടുത്തെ കൊല്ലം തിരിച്ചറിയണം, കൊല്ലത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ വന്നിട്ട് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് എല്ലാവരും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ റൗണ്ട് എന്ന് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് മറ്റ് പ്രധാന 2 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരൊക്കെ ഏതാനും റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കൊരു കൃത്യമായ റൗണ്ട് വെച്ചല്ല പോകുന്നത്, പരമാവധി ആൾക്കാരിലോട്ട് എത്തുക. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഇന്നത്തെ ലോകത്ത്, ഈ ഡിജിറ്റൽ വിപ്ലവം നടക്കുന്ന ഈ ലോകത്ത് എനിക്ക് ചുവരെടുത്ത് ഇതിനോട് പോലും അങ്ങനത്തെ അല്ല താല്പര്യം. നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ട ഒരു മെസ്സേജ് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ഈ സ്ഥാനാർത്ഥി ആരാണ്, എന്തൊക്കെയാണ് മുൻപ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യും, ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മളെ സമ്മതിദായകരിലോട്ട് എത്തിക്കേണ്ടത്, വോട്ടേഴ്സിലോട്ട്. അത് വ്യക്തമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൊരു ഉറപ്പുണ്ടാക്കണം, ഈ ആൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നതെല്ലാം കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കേന്ദ്രം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് കൊല്ലത്തെയും. അതുകൊണ്ടാണ് കേന്ദ്ര നേതാക്കളുടെ ഒരു നിര തന്നെ വരാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ പലരും, ഇന്നിപ്പോൾ ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹം വരുന്നു, വരും ദിവസങ്ങളിൽ ശ്രീ അണ്ണാമലൈ വരുന്നു, അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന പലരും ഉടൻ വരുന്നു. ഇതൊക്കെ ലിസ്റ്റ് ഞാൻ പറയേണ്ടതല്ല. അപ്പോൾ കേന്ദ്രത്തിന് തന്നെ കൊല്ലം ജയിക്കുന്നുള്ളൊരു തോന്നൽ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീതി കൊണ്ടുകൊണ്ട് അവർ ധാരാളം ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇനി നമ്മളും വരും ദിവസങ്ങളിൽ ഒരു പടി കൂടി, ഒരു ഉന്തിന്റെ കൂടി തള്ളെന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തിയാൽ വിജയിച്ച് കയറാന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ജയിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർജി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു പ്രചരണം നൽകാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും മാധ്യമങ്ങളിൽ ചെറിയ രീതിയിലൊരു വാർത്ത വന്നത് അറിഞ്ഞല്ലാതെ പാർട്ടിയിലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു പരാതിയുണ്ട്. ഇത് നമുക്ക് പല തരത്തിൽ ഇനി എടുക്കാം. കാരണം ഒന്ന്, പാർട്ടിക്ക് ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ മണ്ഡലങ്ങളെ പറ്റി, എല്ലാ പാർട്ടികൾക്കും. അതിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ B ക്ലാസ് കാറ്റഗറി ആയിരുന്നു, അതിനിപ്പോൾ Aയിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന രീതി, ഫണ്ടിങ് എല്ലാം ആ അളവിലേ വരത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടിലെ പ്രവർത്തകർ, അതായത് ബൂത്ത്, ഏരിയ, മണ്ഡലം, ഇതുപോലെ അതിശക്തമായ ഒരു പ്രവർത്തനം മുൻ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷനിൽ നിന്ന സാഹചര്യമുണ്ട്, ഞാൻ ഇലക്ഷനിൽ പലർക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനം ഞാൻ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് പ്രവർത്തനത്തിൽ നമ്മൾ ഈ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ പല പ്രവർത്തനവും നമുക്ക് കാണാൻ പറ്റില്ല. അടിയൊഴുക്ക് എന്നൊരു സംഭവമുണ്ട്. അടിയൊഴുക്ക് ഏറ്റവും ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലമാണ്. കാരണം ഇപ്പോൾ ഇരു മുന്നണികളും കാലങ്ങളായി ഭരിച്ച് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കാരണം അതിസുന്ദരമായ ഒരു ജില്ലയാണ്. നമ്മളൊരു അറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മലമ്പ്രദേശമാണ് പുനലൂർ ഭാഗം, നടുക്കൂട്ടുന്ന കല്ലട ആറ്, അത് കഴിയുമ്പോൾ നമ്മുടെ കായലുണ്ടല്ലോ, അഷ്ടമുടി കായല്, ഇത് കഴിയുമ്പോൾ കടൽ വരുന്നു. എല്ലാത്തിനും വികസനത്തിന് എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ ഭരിച്ച MP-മാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുക, 40 വർഷത്തിന് പുറത്ത് അടഞ്ഞുകിടന്ന ബൈപ്പാസിന്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? 2014. ഇപ്പൊ അതിന്റെ 4 ലൈനിങ് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ ആര് വന്നതിന് ശേഷം? ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം. അപ്പൊ ഇവിടുത്തെ MP എന്താ ചെയ്യുന്നത്? ഞാനാണ് ചെയ്തത്, ഫ്ലെക്സുകൾ മാത്രം വെക്കുക, റെയിൽവേ സ്റ്റേഷൻ നവീകരണം എടുക്കുക. ഈ ധനം എവിടെ നിന്ന് വരുന്നു? കേന്ദ്രത്തിൽ നിന്ന്. ഫ്ലെക്സ് വെക്കാൻ MP വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം താഴെത്തട്ടിൽ ശക്തമാണ്, എല്ലാം ഉണ്ട്, ജയിച്ചു കയറാനുള്ള എല്ലാ സംവിധാനവും. പക്ഷെ ചിലത് പ്രകടമായി കാണില്ല. കാരണം മറ്റു പാർട്ടികളെ നോക്കുക, തിരുവനന്തപുരം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തിരുവനന്തപുരം കൂടുതൽ ധനവും A+ കാറ്റഗറി മണ്ഡലവുമാണ്. അതുകൊണ്ട് കൊല്ലത്തിന്റെ രീതിയിൽ വെച്ച് അതിശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന്റെ മറുപടി
നടപടി ഇതുവരെ വന്നില്ല. ആ പറയുന്ന കാര്യം ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ചുരുക്കം ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയർത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ട് അതിന് എത്രത്തോളം സോഷ്യൽ മീഡിയ വഴി പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയോ പ്രചരണം കിട്ടി എന്നുള്ള ഒരു ചോദ്യം ഈ വാർത്തകളെ കണ്ട് നമ്മളിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രവർത്തകരെ അല്ല, സോഷ്യൽ മീഡിയ എടുത്ത് നമ്മൾ പറയേണ്ടതില്ല, സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് താങ്കൾ എല്ലാവരും ഇത് കേൾക്കുകയാണ്, നല്ല രീതിയിലുള്ള പ്രചരണം തരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ തന്നെ PR ടീം പോലും അല്ലെങ്കിൽ താങ്കളുടെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്ന ആളുകൾ പോലും അതിന് പ്രാധാന്യം കൊടുക്കും. അത് കൃത്യമായി എവിടെയും കാണാനില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല. സാധാരണ രീതിയിലൊരു സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ആകുമെന്നത് പറഞ്ഞാൽ അത് കൃത്യമായി പ്രചാരണം നടത്തും, എല്ലായിടത്തും എത്തിക്കും, പ്രവർത്തകരുടെ എത്തിക്കും, മറ്റ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അത് കൃത്യമായി പ്രചാരണം കൊടുക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ആ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കൃഷ്ണമാർക്ക് പോലും വിശ്വാസമില്ല, അങ്ങനെ സാധ്യതയില്ല. ഈ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിൽ എപ്പോഴും വിശ്വാസമുണ്ട്. ഞാനൊരു അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ്, കാരണം എപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരവും ഞാൻ കാണുന്ന വെച്ചാൽ ഇൻ എവറി ഡിസഡ്വാൻറ്റേജ് ദർ ഈസ് എൻ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു പോരായ്മ സംഭവിച്ചെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നിത് പത്രമാധ്യമങ്ങൾ മുഴുവൻ കാണുകയാണ്. അപ്പോൾ ഒന്നുകൂടി പ്രവർത്തകർക്ക് മനസ്സിലാവും, ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കണമല്ലോ എന്ന് ഒരു ആവേശമുണ്ടാക്കുന്ന അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി വന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തെ കാണുകയും കൊല്ലത്തിന്റെ കസ്റ്റഡി വ്യവസായത്തെയും ഒരു നിവേദനം അദ്ദേഹത്തിന് നൽകി. ഈ നിവേദനം നൽകി എന്നുള്ള കാര്യം പോലും കൃത്യമായി മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടില്ല, മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചില്ല, എന്താണ് നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു പ്രധാന കൊടുത്തില്ല. ഇതൊക്കെ സ്ഥാനാർത്ഥി BJP അല്ലാതെ വേറെ ആരാണ് ചെയ്യേണ്ടത്? ഇതിപ്പോ എന്ത് വെച്ചാൽ 10 ദിവസം കൂടെ ഉണ്ട്. ഈ 10 ദിവസം ഞാൻ എന്തായാലും ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നു. ഈ ചോദ്യം ചോദിച്ചതിന് 1000 നന്ദി. കാരണം 2 മേഖലകൾ പ്രധാനമായിട്ടും, അത് കശുവണ്ടി മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2.5 ലക്ഷത്തോളം വനിതാ തൊഴിലാളികൾ ഇന്ന് വീട്ടിലിരിക്കുകയാണ്, ദുരിതത്തിലിരിക്കുകയാണ്, ജോലി നഷ്ടപ്പെട്ട്. ഏകദേശം 700-800ഓളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഇന്നത് 70ഓളം സ്ഥാപനങ്ങളായി. അപ്പൊ തൊഴിലാളികളും മുതലാളിമാരെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്ക് കോടികൾ കയ്യിലുണ്ട്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ്. ഈ ഇവരുടെ 2 കൂട്ടരെയും പ്രശ്നങ്ങൾ ഒന്ന് അഡ്രസ് ചെയ്യുക, ഇവരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ മോഡിജിയുടെ ഓഫീസിലേക്ക്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലോട്ട് എഴുതിയപ്പോൾ നിവേദനം തയ്യാറാക്കി കൃത്യമായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇലക്ഷൻ സമയം വേണ്ട, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം. അതിൽ കശുവണ്ടി തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രതിനിധികൾ ഉണ്ടാവണം. അവരുടെ വോയിസ്, അവരുടെ ശബ്ദം അവരിലൂടെ നേരിട്ട് കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ നിവേദനം ഒരു സൈഡിൽ. രണ്ടാമത്തെ വിഷയം കൊടുത്തത് കടലോര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തീരദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു കടലാക്രമണം ഉണ്ടായി, വീടുകൾ നഷ്ടപ്പെട്ടു. ഉടനെ എന്താ ചെയ്യുന്നത്? അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക, അല്ല അവരെ ഏതെങ്കിലും സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കുക. ഇതല്ല നമുക്ക് വേണ്ടത്. ഇതൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന, അപ്പൊ അവിടെ പരിക്ക് കിടക്കുകയാണ്. നമുക്ക് ആഴത്തിൽ പോയി എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി ശാശ്വതവും സുസ്ഥിരവുമായ ഒരു പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ 2 വിഷയങ്ങളായിട്ടുള്ള നിവേദനം ഉൾപ്പെടുത്തിയെങ്കിലും ഇതിന് തൊട്ട് മുമ്പ് തന്നെ പർഷോത്തം റുപാലജി, ഫിഷറീസ് മിനിസ്റ്റർ, അദ്ദേഹത്തെ അറിയിക്കുകയും ഒരു കേന്ദ്ര സംഘത്തെ വരുത്തുകയും ചെയ്തു. അവരുടെ പഠന റിപ്പോർട്ട് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഇലക്ഷന് ശേഷം കാര്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. അവരോട് തന്നെ ചോദിക്കുക, അത് ഞാൻ പറയിപ്പിച്ച പോലെ ഇപ്പം. വളരെ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് കിച്ചു ജയിക്കുമെന്ന്. കാരണം അത്രത്തോളം ഒരു സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ. ഞാൻ കൂടെ 4-5 ദിവസം വന്നിരുന്നു. അതിനേക്കാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ അതിലൊക്കെ കിച്ചുവിനെ ഇത്രയും ആൾക്കാർ കിച്ചുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കൂടുതൽ എനിക്കുണ്ട് ലേഡീസൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കൊല്ലത്തുള്ള എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു പ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ട്രിവാൻഡ്രം നമുക്ക് എല്ലായിടും അറിയാം. നമുക്കിപ്പോൾ എനിക്കൊക്കെ തന്നെ ക്യാമ്പയിനിങ്ങിൽ കൂടെ പോകണമെങ്കിൽ നമുക്ക് എല്ലാം, ഇവിടെ നമുക്ക് അങ്ങനെ അല്ലല്ലോ, പുതിയ സ്ഥലമാണ്. അതുകൊണ്ട് പക്ഷേ കിച്ചു ഇവിടെ ഒരു പുതുമുഖമായിട്ടും എങ്ങനെയാണ് ഇത്രയും ഒരു സ്നേഹം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരോടും. അങ്ങനെ ആകട്ടെ.
അല്ല അല്ല ചോദ്യം ഒന്നും വന്നില്ല, എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ശരി, അതെ അത് ശ്രദ്ധിച്ചല്ലേ. ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ദൂരെ ഇരുന്നായാലും കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഈ പ്രചരണത്തിനൊക്കെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുമോ? ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയായിട്ട് വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. കാരണം അടുത്ത ക്യാമ്പയിനിങ്ങിന് വരുന്ന ഫാമിലി ആയിട്ട് വരണം എന്നായിരുന്നു ഉള്ളൊരു പ്ലാൻ. അപ്പോൾ അതായിട്ട് അങ്ങനെ തന്നെ ഞാൻ വന്നായിരുന്നു. എനിക്ക് അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെഡി ഇലക്ഷൻ നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലെ പോസിറ്റീവ് വീഡിയോസ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. ഇപ്പം നമ്മുടേതായാലും നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഞാനൊക്കെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു കണ്ടുള്ളത്. അതിന് കുറച്ചുകൂടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും മുമ്പ് വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് കാര്യങ്ങൾ. ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ലൈക്ക് അടിപൊളിയായിട്ട് ആ പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആ ഒരു കോളേജിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, അപ്പോൾ അതിന്റെയൊക്കെ സംസാരം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരിങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട്. അച്ഛൻ സാധാരണ ഒരു അച്ഛനാണ്. കാരണം എന്നറിയോ, ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ ദേഷ്യം വരും, വിഷമം വരും. നമ്മളെപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. കാരണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമില്ല, എനിക്ക് ടെൻഷൻ വരത്തില്ല, ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയായിട്ട് അച്ഛൻ ജീവിച്ചിട്ടുണ്ട്. പറയടാ. അച്ഛൻ എപ്പോഴും ലൈക്ക് എന്താ പറയുക, ഇപ്പൊ എല്ലാവരോടും, നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ആക്ടറായിരുന്നു. പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ആക്ടർ ആയിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക, ഒരു ആക്ടർ വന്നിരിക്കുന്നു, ഒരു വലിയ ആൾ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല. എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരും ഇങ്ങനെ വന്ന അച്ഛനോട് സംസാരിക്കുന്ന പറയും ലൈക്ക്, അയ്യോ തന്റെ അച്ഛൻ നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെയാണ്. അച്ഛന്റെ ആ പൊസിഷൻ, ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ്. നമ്മളെ എല്ലാരെയും പുറത്തോട്ട് ആൾക്കാർ അല്ല അങ്ങനെയല്ല, അല്ലാതെ നോക്കി അങ്ങനെ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. പണ്ട് തൊട്ടേ, ഈ ഇലക്ഷനിൽ വന്നപ്പോ അല്ല, അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം. നമ്മളിങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ദാറ്റ് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആ ആൾക്ക് തോന്നിയല്ലോ. അപ്പൊ ലൈക്ക് നമ്മൾ സാധാരണ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാളെന്ന് ചോദിച്ചാൽ വി ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ്പ് ചെയ്യുക എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. നടനായ അച്ഛനെയാണ് എനിക്ക് ആദ്യം ഇഷ്ടം. ബിക്കോസ് അതാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷമല്ലേ പൊളിറ്റിക്സിലോട്ട് വന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്സിനോടുള്ള റെസ്പെക്ട് കാരണം അതെനിക്ക് ഇഷ്ടമാണ്. അച്ഛൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അഫ്കോഴ്സ് നടനായ അച്ഛനെയാണ് ആദ്യം ഇഷ്ടം. ഈ കേരളത്തിലെ ഈ താരങ്ങൾ പ്രചാരണത്തിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ തോതിൽ നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ താരങ്ങളാണ്, സിനിമാ താരങ്ങളാണ്. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്ത് പറയാതെ തന്നെ അത് വളരെ എവിഡന്റ് ആണ്. നമ്മൾ നമ്മുടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഏത് പരിചയമുള്ള ഒരാളുടെ അപ്പുറത്തെ വീട്ടിലെ പരിപാടിക്കാണെങ്കിലും ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിമാർക്കോ ഒക്കെ വേണ്ടി എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല, നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാൾ ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ, നമ്മളെല്ലാവരും നിൽക്കത്തില്ല. ദാറ്റ്സ് വാട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ ഫോർ, റൈറ്റ്? അപ്പം ഇത് കാണുന്ന മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ ഇതിലെന്ത് നെഗറ്റിവിറ്റി വരാനാണ്? അപ്പം അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും വിചാരിക്കുന്നില്ല. നമ്മൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ഛനെന്നല്ല, ഇപ്പം ഞാൻ നാളെ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഈ പുറത്ത് കാണുന്നവരെല്ലാവരും അത് കഴിഞ്ഞു വരുന്നതാണ്. നമ്മളെ കൊച്ചിലേ തൊട്ട് നമുക്ക് എന്ത് നല്ല കാര്യം വന്നാലും മോശപ്പെട്ട കാര്യം വന്നാലും അച്ഛനും അമ്മയും അനിയത്തിമാരും അടുത്ത കൂട്ടുകാരും കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളിൽ ഓരോരുത്തർ വിശ്വസിക്കുന്നു,
അച്ഛനിപ്പം ഒരു പാർട്ടിയെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്നു. പക്ഷേ ചില സമയങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇത് കാണുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് ഇല്ല, കാരണം പൊളിറ്റിക്സിൽ ഇപ്പം 3 ഡിഫറെന്റ് അല്ലെങ്കിൽ 2-3 ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എതിരായിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. എല്ലാവരും അവർ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എഗൻസ്റ്റ് ആയിട്ട് വരാം. പക്ഷെ അതിനെയൊന്നും നമ്മൾ പേഴ്സണൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അഗേൻസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ പേഴ്സണൽ ആയിട്ട് കാണുന്നില്ല. ആൻഡ് നമ്മളാരും പേഴ്സണലി പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ ഓഫ് കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത്, അച്ഛന്റെ പ്ലാൻസ് എന്ത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയ പ്രചാരണം തന്നെയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ വടകര പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരിക്കുന്നു. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വളരെ മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. ശരിക്കും ഇതിനകത്തൊരു പക്വതക്കുറവ് ഉണ്ടോ ഈ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ യൂസേജ് ഇൻ ജനറൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ തന്നെ നല്ലതുമുണ്ട് മോശമുണ്ട്. സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ എല്ലാവരും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന, വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ 10 പേരിൽ ഒരു 5 പേര് ഫേക്ക് അക്കൗണ്ട് ആണ്. മറ്റേ ഡ്രീം ക്യാച്ചർ 1 2 3 എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം, ആ പറയുന്ന ആൾക്കേ അറിയാം ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ്, എന്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിന് എന്തിന് ഒരു പരിധിക്ക് അപ്പുറത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം? പക്ഷെ സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്നൊരു സാധനം എല്ലാവരും മനസ്സിലാക്കി നമ്മൾ അവരവരുടെ വീട്ടിലിരുന്ന് ഇത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ക്രീനിന്റെ പുറകിൽ ഒളിച്ചിരുന്ന ഒരു ഫേക്ക് അക്കൗണ്ടുമായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹം. അപ്പൊ എല്ലാവരും സെൽഫ് റെസ്പെക്ട് കൊടുത്താൽ സ്വന്തം വീട്ടിൽ ഡീസെന്റ് ആയിട്ട് പെരുമാറുന്ന പോലെ, സ്വന്തം അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ഡീസെന്റ് ആയി പെരുമാറാം. പക്ഷെ അതിന് ഓരോരുത്തർ ചിന്തിക്കണം, ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. എപ്പോഴും ഞാൻ മക്കളോട് പറയും പ്ലീസ്. രണ്ട് നടന്മാരാണ് മത്സരിക്കുന്നത്. ഞാനാണ് യഥാർത്ഥ ജനപ്രതിനിധി, രാഷ്ട്രീയക്കാരുമായിട്ട് നടന്മാരാണ് ഏറ്റുകൊടുക്കുന്നത്. വലിയ കാര്യമില്ല. അല്ലെങ്കിൽ കലാകാരന്മാർ നടന്മാർ മത്സരിക്കുന്നതിനെ ഉച്ചയ്ക്ക് കൂടി ചെയ്യുന്നത് UDF ക്യാമ്പയിനിൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, രാഷ്ട്രീയത്തിൽ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. ഞങ്ങൾ രണ്ടുപേരും തൊഴിൽപരമായി നടന്മാർ തന്നെയാണ്, അതിൽ തെറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ പണ്ട് കാലത്താണ് ഇങ്ങനെ ഡയറി കക്ഷത്ത് വെച്ച് കുറച്ചുപേർ തുടങ്ങിയ കാലമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലൂടെ വന്ന് അത് മാത്രം ചെയ്ത് അതായത് അഴിമതിയും മറ്റതും പ്രവർത്തികൾ ചെയ്ത് ഇന്നതിന്റെ കാലം മാറിയിരിക്കുക. എല്ലാ മേഖലകളിൽ നിന്നും ആർക്കും എവിടെയും വരാം. ഉദാഹരണം സിനിമയിൽ പണ്ടെന്താണ്, ഒരു ചെറിയ നടനായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് വരാം, ആയുസ്സുകാലം മുഴുവൻ അവർ നടനായി കഴിയുന്നു. ഇന്ന് അങ്ങനെയല്ല. എഞ്ചിനീയേഴ്സ് വരുന്നു, ജേർണലിസ്റ്റ് മേഖലയിൽ നിന്ന് വരുന്നു, ഡോക്ടേഴ്സ്, സർവ്വ മേഖലയിൽ നിന്നും ഇന്ന് ആൾക്കാർ അഭിനയിക്കാൻ വരുന്നത് പോലെ ഇന്ന് രാഷ്ട്രീയത്തിൽ പഠിപ്പും വിവരമുള്ള മറ്റു മേഖലകളിൽ നിന്നും ആളുകൾ വരണം. എന്നാലേ ആ രാഷ്ട്രീയത്തിന്റെ ലെവൽ ഉയരത്തുള്ളൂ എന്നാണ് ഈ വിശ്വസിക്കുന്നത്. അതിലിപ്പോൾ നടൻ വരുന്നു എന്ന് വെച്ചാൽ എന്താണ് തെറ്റെന്ന് ഇതുവരെ പിടിയിട്ടില്ല. ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം ഒരു നടനായിരുന്നു, അദ്ദേഹം മന്ത്രിയായില്ലേ, അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജനങ്ങൾ. അതുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ആരൊക്കെയാന്ന് നോക്ക്. MGR ആയിക്കോട്ടെ, ആന്ധ്രയിലെ NTR ആയിക്കോട്ടെ, അവരെല്ലാം ശ്രീമതി ജയലളിത, ഇവരെല്ലാവരും സിനിമ സ്ക്രീനിൽ നിന്ന് വന്നവരാണ്, വളരെ സക്സസ്ഫുൾ ആയവരാണ്. അതുകൊണ്ട് ഇന്ന മേഖലയിൽ ഇന്ന ആൾക്കാർ വരാൻ പാടില്ലെന്നില്ല. സർവ്വ മേഖലയിലും സർവ്വ ആൾക്കാരും വരണം, എന്നാലേ ആ മേഖല വളരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജോലി ചെയ്ത സ്ഥലമാണ് ദൂരദർശന്റെ കളർ ഇന്നലെ ലോകോയുടെ കളർ മാറി. അതിനെക്കുറിച്ച് എന്താ പറയാ? അല്ല, ഇതിനകത്ത് നമ്മളെല്ലാം നോക്കുക. ഒരു കിയ എന്നൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കാർ ഇറക്കിയപ്പോൾ കിയയുടെ അക്ഷരം ഒരു സ്റ്റൈലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി കാലമനുസരിച്ച് ജനങ്ങളുടെ, അതായത് യുവാക്കൾ, അവരെയൊക്കെ ഇംപ്രസ് ചെയ്യാനായിട്ട് പലതും മാറ്റും. അതുപോലെയുള്ളൂ എപ്പോഴും ഈ ലോഗോസ് മാറണം. നമ്മൾ തന്നെ മനുഷ്യരെ നോക്കുക. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഞാൻ ചെറുതിൽ ഇങ്ങനെയല്ല ഇരുന്നത്, എന്റെ ദേഹത്ത് ഇപ്പോൾ ചുളുക്ക് വരുന്നു, പലതും വന്നു തുടങ്ങി. അപ്പം മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറ്റത്തെ സ്വീകരിക്കുന്നു. മാറ്റം വരുമ്പോൾ എന്തെങ്കിലും പറയത്തക്ക ഒരു ഇതുണ്ടാകണം. അതിന് ദൂരദർശന്റെ വിശദീകരണം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കളറെ മാറിയിട്ടുള്ളൂ, സ്വഭാവം
സ്വഭാവത്തിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ എക്സിലെ വിശദീകരണം. ആ ഒരു നിറത്തിലേക്ക് മാറുമ്പോൾ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് എന്താണ് നിറത്തിന്റെ പ്രത്യേകം, എന്താണ് തോന്നിക്കുന്നത്? കാവി നിറത്തിലേക്കാണ് അവർ മാറ്റിയത്. സാധാരണ ഇപ്പോൾ ചാനലുകൾ പാറ്റേൺ മാറ്റും, അപ്പൊ അവർ പറയും പിന്നെ എന്നാ കുറെ ഐഡിയാസ് വെച്ചിട്ടാണ് മാറ്റി. പക്ഷെ അങ്ങനെ ഒരു സാധനം ഒന്നും ഡെലിവറി ചെയ്യാതെ ഒറ്റ ദിവസം കളർ മാറ്റിട്ട് അവർ പറയുന്നതാണ് ഞങ്ങൾ നിറമേ മാറിയിട്ടുള്ളൂ, ഞങ്ങളുടെ രീതിക്കും സ്വഭാവത്തിനൊന്നും മാറ്റമില്ല എന്ന് പറയുന്നത് എക്സിൽ അവരുടെ ഒരു വിശദീകരണം വന്നേക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഈ കാവിയാണെങ്കിലും വെള്ളയാണെങ്കിലും പച്ചയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഭാരതത്തിന്റെ നാഷണൽ ഫ്ലാഗിൽ തന്നെ ഉള്ളൊരു കളറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നിറങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു കളറാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു കളറാണ് സാഫ്രൻ എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ ഒരു ഐഡന്റിറ്റി തന്നെ. ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? പച്ച എന്നൊരു നിറമാണ്. പച്ച വളരെ സുന്ദരമായ ഒരു കളറാണ്. കാരണം അറിയോ, പച്ച പ്രകൃതിയുടെ കളറാണ്. അതിന് ഞാൻ അയ്യോ പച്ച വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ നോട്ടിന്റെ കളർ പച്ചയാണ്, 500 നോട്ട്. ആരും മാറ്റാൻ പറയുന്നില്ല, ആരും ഇതിന് എതിർ ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയുന്ന നിറങ്ങൾ എല്ലാം സുന്ദരമായ സംഭവമാണ്. ഞാൻ എല്ലാ നിറങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നിറങ്ങൾ ഏത് മാറിയാലും അത് നല്ല നിറങ്ങളായിട്ട് ഞാൻ കാണാറുള്ളൂ. അടിയൊഴുക്കൾ ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആകുന്നത് തന്നെ അത് ഒരു മുന്നണിയിൽ നിന്നാണോ, പ്രധാനമായിട്ട് ഏത് മുന്നണിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പക്ഷത്ത് നിന്നാണ് പ്രതീക്ഷിക്കുന്നത്, അതോ അത് കോമൺ ആയിട്ടുള്ള അടിയൊഴുക്കാണോ? UDF നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ UDF എന്ന് പറഞ്ഞതിനകത്തെ ബേസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യയിലെ ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ബലത്തിലാണ് ഇവിടെ RSP എന്നുള്ള പാർട്ടി ജയിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. RSP എന്ന് പറഞ്ഞാൽ ആകെ കൊല്ലത്ത് മാത്രമുള്ള ഒരു റീജിയണൽ പാർട്ടിയാണ്. കാലങ്ങളായി എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 27-28 കൊല്ലമായിട്ട് അദ്ദേഹം MP ആയിട്ടും MLA ആയിട്ടും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടും ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു ഭാവിയില്ല. 25 കൊല്ലം മുമ്പ് എല്ലാവരും സ്ഥാനം ഇഷ്ടപ്പെടുന്നവരാണ്. ഈ സ്ഥാനങ്ങൾ മോഹിച്ചു വന്ന കോൺഗ്രസുകാർക്ക് ഇനി അത് അസ്തമിച്ചു കഴിഞ്ഞു. 25 വയസ്സുകാരൻ ഇന്ന് ഏകദേശം 58-59 വയസ്സായി കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഇനി കൊല്ലത്ത് യാതൊരു സാധ്യതയുമില്ല. അവരിനി എങ്ങോട്ട് പോകും? അവർക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിൽ നിന്ന് അതിശക്തമായ ഒരു വോട്ടിന്റെ ഒഴുക്ക് BJPയിലേക്ക് വരും. 2, RSPക്കകത്തും ഇതുപോലെ തന്നെ ആസ്പിറൻസ് ആയിട്ട് ധാരാളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് മാത്രം സീറ്റും അധികാരവും ഭരണവും എല്ലാം കിട്ടുന്നു. RSPക്കകത്തെ ഒരു വലിയൊരു വിഭാഗം നിരാശരുണ്ട്. അവരിത്തവണ അവർക്ക് നോക്കുമ്പോൾ RSP എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? RSPയിലെയും കോൺഗ്രസിലെയും ഒരു വലിയൊരു ശതമാനം വോട്ട് BJPയിലോട്ട് ഒഴുകും. കാരണം പഴയൊരു വിഷയം കിടപ്പുണ്ട്, LDFിലോട്ട് വലുതായിട്ട് പോകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, വലിയൊരു പ്രയോഗം നടത്തി അന്നത്തെ ഒരു സഖാവ്, അന്ന് സഖാവ് പിണറായി വിജയൻ, അന്നത്തെ സഖാവായ ശ്രീ പ്രേമേന്ദ്രനെ പറ്റി പറഞ്ഞത് പരനാറി എന്നുള്ള പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് അവർ തമ്മിൽ ഭയങ്കര ശത്രുത ഉണ്ടെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ശത്രുത ഒന്നുമില്ല എങ്കിൽ പോലും അണികളിൽ ആ ശത്രുത കിടക്കുന്നുണ്ട്. അണികളുടെ വോട്ട് RSPക്ക് പോകില്ല. അവിടെ നിന്ന് എന്തെങ്കിലും വോട്ട് വരാനുണ്ടെങ്കിൽ അതും BJPയിലേക്ക് വരത്തുള്ളൂ. ഇന്ന് ബേസിക്കലി ശ്രീ രാജ്നാഥ് സിംഗ് വരുന്നുണ്ട്. അവിടെ വേദിയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, അവിടെ പോകുന്നു. നാളെ ഉദ്ദേശിച്ചിരിക്കുന്നത് പരമാവധി കശുവണ്ടി മേഖലയിലെ ഫാക്ടറികളിൽ പോവുക, സന്ദർശിക്കുക. 1-2 അനാഥാലയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളാണ് ഇവർക്കും ഇഷ്ടം. അവിടെ കൂടുതലും സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന മേഖല. അവിടെ പോയി അവരോട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും പോവും. ഒരുമിച്ചാണ്. ഒരു കാര്യം നമ്മുടെ ഈ തീവ്ര നിലപാടുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ തന്നെ BJPയുടെ പല സ്റ്റേറ്റുകളിലും ഈ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇപ്പം ഇന്നലെ തന്നെയാണെങ്കിലും തെലങ്കാന സ്റ്റേറ്റില് മദർ തെരേസയുടെ ഒരു രൂപം അടിച്ചു തകർക്കുകയും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആക്രമണം, സ്കൂളിന്റെ നേരെ ആക്രമണം നടത്തുന്നത്, ഇതൊക്കെ ശരിയായ ഒരു ഇതാണ്. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞ് നമുക്ക് ആലപ്പുറത്ത് മാറ്റം നടക്കണം. ഇതൊക്കെ ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? എന്താണ്? തീർത്തും തെറ്റായ കാര്യമാണ്. പക്വതയുള്ളൊരു സമൂഹത്തിനകത്ത് നമുക്കൊരിക്കലും തീവ്രവാദം, അക്രമം, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സ്നേഹം എന്നൊരു സംഭവത്തിൽ നമുക്ക് കൊണ്ടുപോകുന്നുള്ളൂ. പക്വത വന്നു കഴിഞ്ഞിട്ട് വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, 140 കോടി ജനങ്ങൾ വസിക്കുന്നിടത്ത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യമേ പറയട്ടെ, ദൗർഭാഗ്യകരം. പക്ഷേ ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷൻ കൃത്യമായി പറഞ്ഞ 2021 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ട്രെയിനിനകത്ത് ഒരു കന്യാസ്ത്രീയെ, ഒരു ABVP എന്ന് പറയപ്പെടുന്ന അന്ന് ആ പയ്യന്റെ പേര്, അയാൾ ആക്രമിച്ചൊരു വിഷയമുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഡൽഹിയിലിരുന്ന് BJPയുടെ ഓഫീസിലിരുന്ന് ഇങ്ങനെ ഒരു സഹോദരി പോകുന്നുണ്ട്, അവരെ പോയി ആക്രമിക്കുന്നത് വിടില്ല. ആ ചെയ്ത വ്യക്തി ഒരു ക്രിമിനലാണ്. അവൻ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ശിക്ഷയുടെ അളവ് കൂടുമ്പോഴേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കൊടിയും നിറവും നോക്കരുത്. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുക. അതായത് ഭയഭക്തി ബഹുമാനം എന്ന് പണ്ട് നമ്മൾ പറയും. ഇതിൽ ഭയം എന്നൊരു സാധനം വന്നാൽ ഭക്തിയും ബഹുമാനവും കൂടെ വന്നുള്ളൂ. ഭയത്തിന്റെ കുറവാണ് ഈ സംഭവിക്കുന്നത്.
അതുകൊണ്ട് ശിക്ഷയുടെ അളവ് കൂട്ടണം. ഇത്തരം ഏത് പ്രവൃത്തി നടന്നും ഞാൻ തീർത്തും അപലപിക്കും. നടന്നതിനും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാതിരിക്കാൻ എന്തൊക്കെ നടപടി എടുക്കാമോ എടുത്തിരിക്കണം. കൊല്ലത്ത് മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മറ്റൊരു സ്ഥാനം വാഗ്ദാനം ചെയ്തതായിട്ടൊക്കെ പറയപ്പെടുന്നു. കേൾക്കാൻ സുഖമുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് വാഗ്ദാനം എന്ന് അറിയിച്ചാൽ ഞാൻ ഇപ്പോഴും എന്റെ ആഘോഷം നടത്താം. ഇന്ന് നിങ്ങൾക്ക് ചെലവ് അത് പലപ്പോഴും ഈ സിനിമയിലൊക്കെ ഉണ്ട്. നമുക്ക് അതാണ് എന്റെ കറക്റ്റ് ചോദ്യത്തിന് ഉത്തരം. അതാ സമയം കിടപ്പുണ്ട്. അല്ല, യൂഷ്വലി കുറച്ച് പ്രായമൊക്കെ ആവുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ പോകുന്നത്. കുറച്ചുകൂടെ നല്ലപോലെ വർക്ക് ചെയ്യട്ടെ ഇവിടെ കിടന്ന്. എനിക്ക് ജോലി എടുക്കാൻ ഇഷ്ടം. അതിനകത്ത് സ്ഥാനമാനങ്ങൾക്ക് ഗുണമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാവരും പറയും രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എനിക്ക് സ്ഥാനമാനങ്ങളിൽ താല്പര്യമില്ലെന്ന്. അത് തന്നെ ആദ്യത്തെ ഒരു കള്ളമാണ്. നമുക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് പാർലമെന്റ് സിസ്റ്റത്തിൽ വരുമ്പോൾ, അതിനകത്ത് അധികാരമുണ്ടെങ്കിൽ, അധികാരമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റും, ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അധികാരമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പോകുന്ന ശക്തി കൂടും. അതായത് വളരെയധികം പ്രോജക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നവരിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഇന്ന് 55 വയസ്സ്, രാഷ്ട്രീയപരമായി ഇതൊരു യങ് ഏജാണ്. ഒരു അടുത്ത 20 വർഷം ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും, വികസനം കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. കാരണം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരും. റിസൾട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും നല്ലത് വരും. വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ അവർ പറയുന്ന അവരുടെ ചില വിഷമങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അധികാരം ഉണ്ടെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ചെറുപ്രായം തൊട്ടുള്ളത്. എന്റെ അച്ഛൻ എന്റെ നേച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഞാനില്ല അതിനകത്ത്, ഇവരാണ് ആഹാദിഷിക്ക എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങി. ഇതിനങ്ങനെ വലിയ സാമ്പത്തികം ഇവർ തന്നെയാണ് പൈസ ഇടുന്നത്. ഞാൻ ഇവരോട് എപ്പോഴും പറയും, നമുക്ക് ധനം വരുമ്പോൾ നമ്മൾ സഹായിച്ചു എന്ന് പോലൊരു വാക്ക് പറയും. കാരണം നമ്മൾ സഹായിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എന്റെ വിശ്വാസങ്ങളാണ് പറയുന്നത്. ദൈവം എന്നൊക്കെ നമ്മൾ പറയും. ഒരു അജ്ഞാത ശക്തി നമുക്ക് കുറച്ച് പേര് തരുന്നു, പേരിലൂടെ പണം വരുന്നു. ഈ പണം നമുക്ക് തരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഒരു വിഭാഗം. ആ ഭാഗം അപ്പൊ നമ്മളെ ഒരാൾ തേടി വരുമ്പോൾ ഒരു നല്ല കർമ്മത്തിന്റെ ഭാഗമാക്കുകയാണ് അവർ. അവരോടാണ് ഞാൻ എപ്പോഴും നന്ദി പറയുന്നത്. കാരണം നല്ല പ്രവൃത്തി ചെയ്യാൻ ഒരു യോഗമുണ്ടാവും. അതുകൊണ്ട് പരമാവധി സോഷ്യൽ വർക്ക് ചെയ്യുക. വിഷമം അനുഭവിക്കുന്നവർക്ക് ചെറിയ പരിഹാരങ്ങൾ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുക. ഇവരെല്ലാം തന്നെ മില്യൺ ഫോളോവേഴ്സിൽ കൂടുതലുള്ളവരാണ്. ഇവരുടെ കൊല്ലത്തെ സുഹൃത്തുക്കളൊക്കെ തന്നെ വോട്ട് ചെയ്താൽ ജയിക്കാവുന്നതാണ്. കൊല്ലത്ത് അത്രയും വോട്ടില്ലെന്നുള്ളതാണ് പ്രശ്നം. കാരണം കൊല്ലത്താകെ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം 13 ലക്ഷം. അതെ, വോട്ട് ചെയ്യുന്ന ചിലപ്പോൾ 9 ലക്ഷമായിരിക്കും. തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ ഒരു ആഗ്രഹം, ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം മാറി വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ എഡ്ജിൽ നിൽക്കുന്നവരുണ്ട്, ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ്, ന്യൂട്രൽ വോട്ടേഴ്സ്, ഇത്തവണ മാറി ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നവരിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. ചെയ്തു തരണേ മക്കളെ. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നമ്മളെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് തോന്നുന്നു? ഞാൻ എന്നെ സ്വയം വെറും ഒരു വീട്ടമ്മയായിട്ടല്ല കാണുന്നത്. ഞാനൊക്കെ ആ ഒരു വാക്കിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നതും പുറത്ത് വന്നിട്ടുള്ള ഒരാള് ആണ്. അപ്പൊ ഏകദേശം നമ്മളിപ്പോ എന്താ പറയാ, ഫെമിനിസം ഒന്നുമല്ല, എന്നാലും സ്ത്രീകൾ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് ചിന്തിക്കുന്ന ഒരാളും അതുപോലെ ഞാൻ വിചാരിച്ചു വെരി മച്ച് ഈക്വൽ, മോർ ദാൻ ഈക്വൽ ആണ് എന്റെ അനുഭവത്തിൽ. ഞാനൊരു വീട്ടമ്മയായിട്ടല്ല, കുട്ടികളുടെ കാര്യം കൃഷ്ണകുമാരുടെ കാര്യമൊക്കെ നോക്കുമെങ്കിൽ ഞാനൊരു ഓക്കെ അല്ല, ഹൗസ് വൈഫ് മാറ്റണം എപ്പോഴും, ഹൗസ് മാനേജർ എന്ന് പറയണം. കാരണം എല്ലാ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ എന്ത് ചെയ്യും, അച്ഛൻ ഇന്ന ഫാക്ടറി വർക്ക് ചെയ്യുന്ന അമ്മ ഹൗസ് വൈഫ്, അടുക്കളയിൽ കാണും. അങ്ങനെ പറയാനേ പാടില്ല. ഏറ്റവും വലിയൊരു കർമ്മമാണ്. കാരണം ഒന്ന്, ഭർത്താവിനെ സഹായിക്കുന്ന പക്ഷം ഭർത്താവിനെ സഹിക്കുകയാണ്. അതൊക്കെ ഇനി തുറന്നു പറയാം. ഭർത്താവിനെ സഹിക്കണം, മക്കളെ സഹിക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊരു വലിയ ജോലിയാണ്. അത് നമുക്ക് അളന്നെടുക്കാൻ പറ്റാത്തൊരു ജോലിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ചോദ്യം ഞാൻ വിട്ടുപോയി. വീട്ടമ്മയിൽ സ്റ്റക്ക് ആയിപ്പോയി. ഞാൻ വീട്ടമ്മയല്ല. നമ്മുടെ കേരളം നേരിടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ഇവിടുത്തെ റോഡുകൾ, ഞാനൊക്കെ ജനിച്ച കാലത്ത് കാണുന്ന റോഡല്ല ഈ അടുത്ത കാലത്തിലെ പണി തുടങ്ങിയത്. നമ്മളിപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പണ്ട് കണ്ടത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴാണ് ഒരു മാറ്റം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്നേ മാറേണ്ടതായിരുന്നു. അത് കൂടുതൽ ഞാൻ പൊളിറ്റിക്കലി പറയുന്നില്ല. പക്ഷെ എന്നാലും അതൊക്കെ മാറണം. മറ്റ് സ്റ്റേറ്റ്സിലൊരു 20 വർഷം മുമ്പ് നമ്മളിപ്പോൾ ചെന്നൈയിലോട്ട് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ തന്നെ എത്ര നല്ല റോഡുകളാണ്.
നമ്മൾ ആ ഒരു നാഗർകോവിൽ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമുക്കറിയാലോ. സോ കേരളത്തിൽ താമസിക്കുന്ന എല്ലാവരും ഡിസേർവ് ചെയ്യുന്നില്ലേ? കാരണം അതിനകത്ത് ഒരു കാര്യം ഞാൻ കൃത്യമാക്കുക, കണക്ടിവിറ്റി എന്ന് പറയും. അതായത് ഇന്ന് ചെറുപ്പക്കാർ ഇന്ന് പണം കിട്ടുന്നുണ്ട്, നിങ്ങളിൽ ഭൂരിപക്ഷം ചെറുപ്പക്കാർ നിങ്ങൾ പണം ചെലവാക്കാൻ മനസ്സുള്ളവർ, പക്ഷെ ഒരു സ്ഥലത്തോട്ട് എളുപ്പം എത്തുക, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. എന്തിനാ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പത്രസമ്മേളനത്തിൽ പറയാൻ, ശൗചാലയം, നമുക്ക് ടോയ്ലറ്റ്സ് ഒരു സംഭവം. സ്ത്രീകളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പല അസുഖങ്ങൾ വരുന്നത് ഈ ശൗചാലയം എന്നൊരു സ്ഥലമില്ലാത്ത ഇറുക്കി പിടിച്ച് 3-4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. കാരണം ഏറ്റവും സുരക്ഷിതമായ ശൗചാലയങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് ഈ മൊബൈൽ ഫോണിൽ എല്ലാത്തിലും ക്യാമറാസ് ഉണ്ട്, എല്ലാ റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ആദ്യം നോക്കേണ്ടത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതവും സൗകര്യവും കൊടുക്കുക. അതാണ് നാട്ടിൽ ആദ്യം മാറ്റം വരുത്തുന്നത്. പിന്നെ ഈ കണക്ടിവിറ്റി, റോഡ്സ് ആയിക്കോട്ടെ, ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, എവറിത്തിങ് ക്ലീൻ ആയിരിക്കണം. കാരണം ഒരു പ്രൈവറ്റ് മോളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ എത്ര പേര് വന്നു പോയാലും ടോയ്ലറ്റ് ക്ലീൻ ആവുന്നു. എന്തുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ക്ലീൻ ആക്കി വെക്കാൻ പറ്റുന്നില്ല? അപ്പൊ പറയുന്ന ധാരാളം ആൾ വരുന്നു, ഇതേ ധാരാളം ആൾക്കാർ മോളിലും വരുന്നുണ്ട്. മനസ്സിന്റെ വിഷയമാണ്. എന്റെ വീട്ടിലെ ടോയ്ലറ്റിനേക്കാൾ വൃത്തിയായി പൊതുസ്ഥലത്ത് വെക്കണമെന്ന് ഒരു ഭരണാധികാരി തീരുമാനിച്ചാൽ അത് നടക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു മോള് വന്നതുപോലും ഈ അടുത്ത കാലത്താണ്. ഇപ്പൊ നമ്മളൊക്കെ കുട്ടികളെ കുഞ്ഞായിരിക്കും നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് നല്ലൊരു മോളിൽ പോയിരുന്നത്. ഇപ്പൊ തന്നെ എഡ്യൂക്കേഷൻ എടുത്താലും ജോലി എടുത്താലും എല്ലാം എങ്ങനെയെങ്കിലും കുട്ടികൾക്കൊക്കെ 12th സ്റ്റാൻഡേർഡ് കഴിയാൽ കേരളം വിട്ട് പുറത്തു പോവാം, എവിടെയെങ്കിലും പഠിക്കാൻ. ആർക്കും ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പോലും ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടെയും എല്ലാം അതുപോലെയൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കത്തില്ലേ? ഈ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ട് കുറെ കുട്ടികൾ പഠിക്കാനും എത്രയോ കാശ് മുടക്കി UK-യിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. പേഴ്സണൽ അറിയാവുന്ന കുട്ടികൾ അവിടെ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് സ്ട്രഗ്ലിങ്. പക്ഷെ ഇത്രയും ഒരു 25 ലക്ഷം ലോൺ എടുത്തിട്ടാണ് അവർ അവിടെ പോകുന്നത്. അപ്പൊ വീട്ടുകാർ പറയും നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഒരു ജോലിയും കിട്ടി ഒരു PR-ഉം കിട്ടി നിങ്ങൾ ഇങ്ങോട്ട് ഓടി വരല്ലേ എന്ന് പറയും. അപ്പൊ ആ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒരു ജോലി കിട്ടാനും അതുപോലത്തെ വലിയ ഒരു സംഖ്യ അവർക്ക് ശമ്പളമായിട്ട് കിട്ടാനും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എത്ര കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിൽക്കും. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെയൊക്കെ വരണം. ഐ ഹോപ്പ് BJP ധാരാളം വോട്ട് ഇവിടെ ജയിച്ചു വന്നാൽ അങ്ങനെയൊക്കെ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്കല്ലേ? ഓക്കെ, ദാറ്റ്സ് ഫണ്ണി. ചോദിച്ചോളൂ. വീട്ടിലെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കും. അപ്പൊ ആ സ്ഥിതിക്ക് അവിടെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വിലക്കയറ്റം, ഗ്യാസിന്റെ വിലവർദ്ധനം, അങ്ങനെയുള്ള നിരവധി ഡേ ടു ഡേ ലൈഫിൽ അഫക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യുന്നത് വീട്ടില് ഗൃഹനാഥയുള്ള നിലയ്ക്ക് അവർ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പല കാര്യങ്ങൾ പറയുന്നില്ല. അതുപോലെ തന്നെ സബ്സിഡി ഉണ്ടായിരുന്നത് ഇല്ലാതായി. പല സാധാരണ വീടുകൾക്ക്, ഒരു ആവറേജ് വീടുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സബ്സിഡി എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ലഭിക്കുന്നുള്ളൂ. ആ വിഷയങ്ങൾ കൂടെ ഒരു ഫാക്ടറായി തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഒരു അമ്മ എന്നുള്ള നിലയ്ക്കും ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും അതും കൂടെ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതലും ഒരു ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിലൊക്കെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മിഡിൽ ക്ലാസ്സിനെ. അല്ല അതിനകത്ത് ലോവർ ക്ലാസ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ടത്. പക്ഷേ മിഡിൽ ക്ലാസ് ആണ് ഇതിൽ സഫർ ചെയ്യുന്നത്. എപ്പോഴും മിഡിൽ ക്ലാസ് സഫർ ചെയ്യത്തുള്ളൂ, അത് സത്യാവസ്ഥ. പക്ഷെ ഇതിനകത്ത് ഒരു വീട്ടമ്മയുടെ ഞാൻ പറഞ്ഞുതരാം. അല്ല സംഭവം ഒന്നുമില്ല, ഞാനിത് വീട്ടച്ഛനല്ലേ. കാരണം വെച്ചാൽ ഇന്ന് ഇവർക്കൊക്കെ ജോലിയുണ്ട്, പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ദുരന്തം അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ കൃത്യമായി പറഞ്ഞുതരാം. അതായത് വില വർധനവ് ഒരു വിഷയം തന്നെയാണ്, അത് യാതൊരു തർക്കവുമില്ല. പക്ഷെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ എല്ലാത്തിനും വില വർദ്ധിക്കും. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 27 പൈസയായിരുന്നു പെട്രോളിന് 1 ലിറ്ററിന് വില. അത് ഏകദേശം 80-81 ആയപ്പോഴത്തേക്ക് 83 രൂപയായി. അവിടെ നിന്നിപ്പോൾ 100-ന് പുറത്തുപോയി ഒന്ന് താഴെ വരുന്നു. പക്ഷെ നമ്മുടെ ഒരു കാര്യം ചിന്തിച്ചാൽ ഇന്ധനം, നമ്മളെപ്പോഴും പറയുന്ന പെട്രോളിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന വെളിച്ചെണ്ണയുടെ വില ഇത്ര ഉയർന്നിട്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. അതാണ് ആദ്യം നമ്മൾ താഴെ കൊണ്ടുവരുന്നത്. കാരണം ക്രൂഡ് ഓയിൽ മറ്റൊരു രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ്. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് വില വർധനവ് കുറയ്ക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ശമ്പളം കൂടുന്നുണ്ട്, അതിനെപ്പറ്റി ആരും പരാതി പറയുന്നില്ല. നമുക്കൊക്കെ ശമ്പളം കൂടി കിട്ടുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. അതുകൊണ്ട് വില കുറയ്ക്കേണ്ടത് ആവശ്യം തന്നെയാണ്, വീടുകളിൽ കംഫർട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അതുകൊണ്ടല്ലേ ഫ്രീ റേഷൻ കൊടുക്കുന്ന 5 കൊല്ലത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എന്തോ ഇവിടെ നോക്കുന്നുണ്ട്. ഇല്ല, അതാണ് പറഞ്ഞത്, ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നുള്ളൂ. കൊല്ലം തീരത്ത് ഞാനിവിടെ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് കൊല്ലം തീരത്ത് എണ്ണ ഖനനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഭാവിയിൽ നമുക്ക് തന്നെ എണ്ണ ഖനനം ചെയ്ത് വില കുറച്ച് കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വളരെ വളരെ സന്തോഷം. ക്ഷമയോടെ നമ്മളെ കേട്ട് നന്ദി. നമസ്തേ.